ഗൈസ്, ഏറ്റവും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നമുക്ക് എല്ലാ മാസവും അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ഫിഷ് ഫാമിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഗൈസ്, ഇന്ന് ഞാൻ ഈ കുഞ്ഞന്മാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇവന്മാരാണ് ഷ്രിമ്പ്. അതായത് നമ്മുടെ കളർ ചെമ്മീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ്. ഏകദേശം 1 ഇഞ്ച് വരെയൊക്കെ ആയിരിക്കും മാക്സിമം സൈസ് എന്ന് പറയുന്നത്. ഇവന്മാരുടെ ഒരു ബ്രീഡിംഗ് ടൈം ആണ് വരാൻ പോകുന്നത്. അതായത് ഡിസംബർ ടു നവംബർ മാസം. അതായത് തണുപ്പ് സമയത്താണ് ഇവർ നോർമലി കൂടുതലായിട്ട് ബ്രീഡ് ആവുന്നത്. അല്ലാത്തപ്പോഴും ബ്രീഡ് ആവാറുണ്ട്, എങ്കിലും അവരുടെ ഒരു സീസൺ എന്ന് പറയുന്നത് ഡിസംബർ ആണ്. ഒരു ചെറിയ ഷ്രിമ്പ് ബ്രീഡ് ആയാൽ തന്നെ ഏകദേശം 200 മേലെ കുട്ടികളെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾ ഒരു ചെറിയൊരു ചെടിച്ചട്ടിക്കകത്ത് ഒരു 10 പീസ് ഷിമ്പിനെയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു 2000 കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവന്മാരുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയതായിട്ട് ഇവർക്ക് ഫുഡൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇൻ കേസ് ആ ടാങ്കിനകത്ത് കുറച്ച് ആൽഗ ഒക്കെ ഉണ്ടെങ്കിൽ അവന്മാർ അത് കഴിച്ച് വളരും. അതുപോലെ നിങ്ങൾ ഗപ്പീസിന് എന്തെങ്കിലും വളർത്തുകയാണെങ്കിൽ അവന്മാർക്ക് കൊടുക്കുന്ന ഫീഡ് തന്നെ മതി ഇവന്മാർക്ക്. അതുമല്ല, നിങ്ങൾക്ക് ഒട്ടും ഫുഡ് വാങ്ങാനുള്ള കാശില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ഇവന്മാരെ വളർത്തിയെടുക്കാം. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കുക്കുംബർ, ക്യാരറ്റ് പോലുള്ള ഏത് ഫീഡ് വേണമെങ്കിലും ഇവന്മാർക്ക് യൂസ് ചെയ്യാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവന്മാരെ നമുക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ബ്രീഡിംഗ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ വളരെ ലോ മെയിൻ്റെനൻസുമാണ്. അതുപോലെ മന്ത്ലി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. സോ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഐഡിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഷ്രിമ്പ് ബ്രീഡിംഗ് ചെയ്തോ. ഇതിനകത്ത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. എന്തായാലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ബ്രീഡിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഗൈസ്, എങ്ങനെയാണ്? നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുമല്ലേ?